ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കുശാൽ നഗറിലേക്ക് വന്നു. കൂർഗിലേക്ക് പോകണം. കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ മാനന്തവാടി വിട്ട് കാട്ടിക്കുളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒണ്ടയങ്ങാടി കഴിഞ്ഞ് അപ്പം ഏകദേശം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കാട്ടിക്കുളം എത്തിച്ചേരും. കാട്ടിക്കുളം കഴിഞ്ഞു. കാട്ടിക്കുളത്ത് നിന്ന് നമ്മൾ കുട്ട റോഡിലേക്ക് തിരിഞ്ഞു. കുട്ട റോഡിലേക്ക് നല്ല അടിപൊളി റോഡാണ്. പിന്നെ മൃഗങ്ങളൊക്കെ കാണാം എന്ന പ്രതീക്ഷയുണ്ട്. നോക്കാം. ഞാൻ അങ്ങ് കാണുന്നേ നോക്കുന്നത് കാണുന്നുണ്ടാ? കണ്ടു നല്ല കുഴപ്പമില്ല. നോക്കട്ടെ ആവട്ടോ. ഇതാണ് നമ്മളെ വയനാടിൻ്റെ അതിർത്തി കടക്കാൻ പോവാണ്. ഇത് ചെക്ക് പോസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കർണാടക വരുന്നത്. നമ്മൾ കർണാടക ബോർഡറിലേക്ക് കടക്കാൻ പോവാണ്. കൂർഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ അപ്പുറം കുട്ട വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ചെക്ക് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കർണാടക ബോർഡറിലേക്ക് കയറി. കേരള ബോർഡർ ഇതോടുകൂടെ തീരുകയാണ്. ഇതാ കർണാടക. അപ്പം നമ്മൾ കർണാടകത്തിലെത്തി. കുട്ട സ്റ്റാർട്ട് ചെയ്ത് മോനെ നമ്മൾ കളിയാക്കുന്നുണ്ടോ? കർണാടകത്തിലേക്ക് സ്വാഗതം, കേരളത്തിനേക്കാൾ കുറവിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയ വെമ്പർ കേരളത്തിനെക്കാട്ട് വില കുറവാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. പിന്നെ കൂർഗ കാണാൻ പോന്നെ. കൂർഗിൽ എന്തെന്നാ സൽമാനെ കാര്യമായിട്ട് കാണാനുള്ള എന്തെന്നാ അവിടുത്തെ പ്രത്യേകതകള്? കുശാൽ നഗർ എന്താ സംഭവം? അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. പറഞ്ഞോളൂ. ബുദ്ധ ടെമ്പിള്. പിന്നെ ഒരു ആനേനെ വളർത്തുന്ന ഒരു കേന്ദ്രമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ. പ്രകൃതി രമണീയമായ മറ്റ് പല സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിതെല്ലാം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം അല്ലേ? പറ്റൂല. നമ്മളിപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരെന്നാ? പൊന്നമ്പേട്ട് നമ്മള് ചെറിയൊരു ടൗണ്. നമുക്ക് കുട്ട കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു ടൗണാണ് പൊന്നമ്പേട്ട്. പൊന്നമ്പേട്ട് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന, അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോ പൊന്നമ്പേട്ട കഴിഞ്ഞ് നമ്മളിപ്പം എത്തിക്കുന്നത് ഗോണിക്കപ്പലാണ്. ഗോണിക്കപ്പൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടൗൺ ആണ്. ബേക്കറി അല്ലേ? ഇതാണ് കൊരങ്ങൻ പേരിയപട്ടണം. ഒരു മിനിറ്റ്. ഹലബേഡോ ഹസൻ മുൻസൂർ പോകുന്നത്. ബെട്ടടപ്പുര
അറക്കളം വിടുവോ അങ്ങനെ എന്തൊക്കെയോ കുറെ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഈ റൂട്ടാണ് നമുക്ക് എങ്ങോട്ട് പോകേണ്ടത്? ഈ റൂട്ട് ആദ്യമായിട്ടാണ് നമുക്ക് കുശാൽ നഗരൊക്കെ പോകേണ്ടത്. സൗണ്ട് കൂട്ടടാ. അതല്ല സ്റ്റാരിംഗ് തന്നെ പ്ലസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് കുടകിലെ ഒരു കംപ്ലീറ്റ് ട്രാവൽ പ്ലാൻ. എങ്ങനെ നമുക്ക് കുടകിലെത്താം, എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ಇದಾನೆ ಅರಕಲಗೂಡು 51 ಕಿಲೋಮೀಟರ್, ಮಂಗಳೂರಿಗೆ 188 ಕಿಲೋಮೀಟರ್, ಮಡಿಕೇರಿ 50 ಕಿಲೋಮೀಟರ್. ನಾವು ಹೋಗೋದು ಕುಶಾಲನಗರ್ಗೆ. ಕುಶಾಲನಗರ್ಗೆ 20 ಕಿಲೋಮೀಟರ್. ನಾವು ಇಲ್ಲಿಂದ ಲೆಫ್ಟ್ ಹೋಗ್ತೀವಿ. ಲೆಫ್ಟ್ ಹೋಗಿದ್ಮೇಲೆ ಇಲ್ಲಿ 70 ಮೀಟರ್ ಆಗಿದ್ಮೇಲೆ ಮತ್ತೆ ಎಲ್ಲಿ ಹೋಗ್ಬೇಕು? ഏകദേശം എവിടെ എത്തി? ശരിക്കും പറഞ്ഞാൽ ഇവനീ ഫുള്ള് ചെലവ് നമുക്ക് ചെയ്യണോ സൽമാൻ അല്ലേ? കുശാൽ നഗർ ടൗൺ ആയി കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ എലിഫന്റ് ക്യാമ്പിലേക്ക് ഏകദേശം 18 കിലോമീറ്റർ കുശാൽ നഗർ ടൗണിൽ നിന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ പരിസരത്ത് തന്നെയാണ് നമുക്ക് ബുദ്ധിസ്റ്റ് മോങ്ങിന്റെ ടെമ്പിളും ഉള്ളത്. അവിടെയും വിസിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള ഒരുപാട്, പിന്നെ നമ്മൾ റിവർ ക്രോസ്, മറ്റേ നമ്മൾ കൊട്ടത്തോണിയിൽ റിവർ ക്രാഫ്റ്റിംഗ് അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നടത്തോട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഇവിടത്തേക്കാണ്, എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാലം നമ്മൾ കുശാൽ നഗറിൽ നിന്ന് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്പോട്ടാണ്. നല്ല അടിപൊളി തൂക്കുപാലമാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയതാണ്. നല്ല ചുറ്റും നല്ല ആംബിയൻസാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയയും കൂടിയാണ്. പിന്നെ ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല മീനുള്ള ഒരു ഏരിയയും കൂടിയാണിത്. ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ആളുകൾ ഇവിടുന്ന് പിടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൂർഗിലുള്ള കുശാൽ നഗറിനടുത്തുള്ള എലിഫന്റ് ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 700 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പാണ്. ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകുന്നത്. നമ്മളിങ്ങനെ ഈ പുഴയെക്കൂട്ട് നടന്നിട്ട് വേണം പിന്നെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വെള്ളം കൂടിയ സമയത്ത് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും നടന്നു. മണൽ നിറച്ച ചാക്കുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. പിന്നെ ആഴയുടെ ഭാഗങ്ങളിലൊക്കെ, അല്ലാത്ത പാറപ്പുറത്ത് കൂടെയൊക്കെയാണ് ആളുകളിങ്ങനെ നടന്നുകൊടുക്കണം. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു വൈബ് പരിപാടി. പിന്നെ കൊട്ടത്തോണിയും ഇതൊക്കെ ആയിട്ട് ആളുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്ന ആ റിവർ ക്രോസ് ചെയ്യുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ദുബാരെ എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എൻട്രി ഫീസ് 140 ആണ്. 140 ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ എലിഫന്റ് ക്യാമ്പിലേക്ക് കയറുകയാണ്. എലിഫന്റ് റൈഡ് ഇല്ല എന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ക്യാമ്പിലേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടിപൊളി, നല്ല നല്ല കൊമ്പന്മാരുണ്ട്. വാ, ക്യാമ്പിലുള്ള ആനകളുടെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി വ്യൂസാണ്. ഒരുപാട് കൊമ്പന്മാരെ ഒരേ ഡിസ്റ്റൻസിൽ ഒരുമിച്ച് പല കോലത്തിലും കാണാൻ പറ്റാന്നുള്ളതേ.
ആനക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് തീറ്റകൾ ഒരുക്കുകയാണ്. പുല്ല്, അതേപോലെ തന്നെ വെള്ളം, നെല്ല് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആനക്ക് തീറ്റ കൊടുക്കാം എന്നുള്ളതാണ്. പുല്ല് വരെ സപ്ലൈ ചെയ്യും, പിന്നെ വരുന്ന ആളുകൾ പേയ്മെൻറ്റ് നടത്തി തീറ്റ ഒരു കിഴി കെട്ടി കൊടുക്കുകയാണ്. അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. കിഴി കെട്ടിയ തീറ്റ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൂട്ടത്തിൽ നമ്മളൊരു ഒറ്റക്കൊമ്പനെ കണ്ടിട്ടുണ്ട്. ഒറ്റക്കൊമ്പ് ഒരു കൊമ്പ് പൊട്ടിപ്പോയതെന്ന് തോന്നുന്നു. എന്തായാലും ഉള്ള കൊമ്പ് അടിപൊളിയാണ്. ആൾ കൂട്ടത്തിൽ നിന്ന് മാറി ഇച്ചിരി മാറ്റിയാണ് നിർത്തിയേക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കാം. വൈകുന്നേരത്തെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ നിരനിരയായിട്ട് പുഴയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ ചെന്ന് വെള്ളം കുടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നു. അത്യാവശ്യം വെള്ളം ശ്രദ്ധ പുറത്തൊക്കെ ചെയ്യുന്ന ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ പാപ്പന്മാർ അതിൻ്റെ പുറത്താണ് പോയിട്ട് ആണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല അടി കിട്ടുന്നുണ്ട്, നല്ല കാഴ്ച കാണാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രി തണുക്കുന്ന ഭാഗങ്ങളിലേക്ക് പോകുന്നു ചെയ്യുന്നത്.